മച്ചാനെ ഫുൾ പ്ലാനങ്ങ് മാറ്റി. അപ്പോൾ നമ്മൾ വാൽപ്പാറന്നിട്ട് ആളിയാറെത്തി. ഇതെന്താ നിൽക്കണമെന്ന് നോക്കി. ഫസ്റ്റ് നമ്മൾ നിൽക്കുന്ന വാൽപ്പാറ ടൗണിലാണ്. ഇനി ഇവിടെ നമ്മൾ നേരെ ആലിയാറിലേക്കാണ് പോണത്. ആലിയാറ് പൊള്ളാച്ചി വഴി നമ്മൾ നേരെ പോകാൻ പോണത് പാലക്കാട്, തൃശ്ശൂർ, അങ്ങനെ നമ്മൾ അങ്കമാലി, ആലുവ പോകാൻ പോണത്. സോ നമുക്കിവിടുന്ന് പോകാം. സൺഡേ മാർക്കറ്റാണ്. നല്ല ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് മാർക്കറ്റിൽ കൂടെ പോവാം. അപ്പോൾ നമുക്കും പോവാം. അങ്ങനെ നമ്മൾ ആളിയാറിലേക്കുള്ള യാത്രയാണ് വാൽപ്പാറയിൽ നിന്ന്. അപ്പോൾ ഇതിനിടയിൽ കണ്ടൊരു വ്യൂ പോയിൻ്റാണ്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, പക്ഷേ കാണാൻ ഭംഗിയാണ്. നല്ലൊരു സൈറ്റിംഗ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. നല്ല സൈറ്റിംഗ് ആണ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ആളിയാറ് കയറാനുള്ള മെയിൻ കാര്യം ഇതവിടെ ഒരു സായിപ്പിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഫോട്ടോ അല്ല, പ്രതിമ. തമിഴ്നാട്ടിൽ ഇങ്ങനെയാണ്. അവരെന്തെങ്കിലും നിർമ്മിതി മീൻസ് യൂറോപ്യൻസ് വന്നിട്ട് ഇവിടെ എന്തെങ്കിലും നിർമ്മിതി ചെയ്ത് ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരെ പ്രതിമ വയ്ക്കും. ലൈക്ക് മുല്ലപ്പെരിയാർ പണിതപ്പോൾ ജോൺ പെന്നിക്കുക്കിൻ്റെ പ്രതിമ വെച്ച പോലെ എല്ലായിടത്തും ഓരോരോ പ്രതിമകളാണ്. വാട്ടവർ. അപ്പം അങ്ങനെ ഒരു പ്രതിമയാണിത്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് G.A. കാവമാഷ്. ഇദ്ദേഹമാണ് ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ മുതലാളിയായിരുന്നു ഈ പുള്ളി. ഈ ഡിസ്ട്രിക്റ്റ് ഉണ്ടാക്കിയതിൻ്റെ മെയിൻ ആൾ പുള്ളിയാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ ഈ പ്രതിമ ഇവിടെ വച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് വണ്ടി നിർത്താൻ കാരണം ഇതൊരു ഹിൽസ് ഏരിയയാണ്. അപ്പോൾ കുറേ ഹെയർ പിന്ന് കഴിഞ്ഞിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ താഴേക്ക് ഇനിയും 40 to 46 ഹെയർ പിൻ താഴേക്ക് ഇറങ്ങാനുണ്ട്. അപ്പോഴാണ് നമ്മൾ ആളിയാറ് കഴിഞ്ഞ് നേരെ പൊള്ളാച്ചി റൂട്ടിലേക്ക് കയറാം. അപ്പോൾ ഇവിടെ നേരെ പൊള്ളാച്ചി റൂട്ട് നമ്മളിങ്ങനെ പോകും. സോ നമുക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ആളിയാറ് ഹെയർ പിന്നിലേക്കുള്ള റൂട്ടിലേക്ക് കിടക്കുന്നതാണ്. അപ്പോൾ അതിന് മുന്നൊരു അടിപൊളി ടീ പ്ലാന്റേഷൻ ഞങ്ങളുണ്ട്. സോ അതാണ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വണ്ടി ജസ്റ്റ് നിർത്തിയത് അങ്ങനെയുണ്ട്. ആൽപ്പാറയിൽ നിന്നിട്ട് ആളിയാറെത്തി. ഇതെന്താ നിൽക്കണമെന്ന് നോക്കി. ഫസ്റ്റ് സൈറ്റ് സീയിങ് കാട്ടിയാണ് മക്കളെ, കാട്ടി. അപ്പോൾ വണ്ടി അങ്ങ് റിവേഴ്സ് ഇട്ട് വെച്ച് അടുത്ത സെറ്റ് ഇറങ്ങി തന്നെ ഓടി പോണ്ടേ. കാട്ടുപോത്ത് എന്നൊക്കെ നമ്മൾ പറയും. ബൈസൺ എന്ന് മൂന്നാറുള്ളവർ പറയും. ഇവിടം വരെ വന്നിട്ട് ആകെ ഒരു ഭാഗ്യം കിട്ടിയത് ഇത് മാത്രമാണ്. റോട്ടിൽ കൂടെ ഒരുപാട് ഓടണമുണ്ട്. 2 വീലേഴ്സുകാർക്കൊക്കെയാണ് പണിയാവാൻ ചാൻസ്. എത്തിച്ച് പോയില്ലാന്നുണ്ടെങ്കിൽ പണിയാവും. ഇടയിൽ അങ്ങനെ ചാടി വീണ ഇവന്മാരാകെ പണി തരുന്നത്. അപ്പോൾ ഇത്ര അടുത്ത് കുറേ നാൾക്ക് ശേഷമാണ് ഞാനീ സാധനത്തിന് കാണുന്നത്. സോ വെരി ഹാപ്പി ഇങ്ങനെ സംഗതി കണ്ടത്. ഇതിൻ്റെ ഒരു ചെറിയ സൈസുണ്ട്, വലിയ സൈസുണ്ട്, എല്ലാം കൊള്ളാം. മക്കളെ ഇത് കണ്ട എന്നാ ഗ്ലേഷ്യറാ. അവിടെ വയ്ക്കേ. ആ കാണുന്നത് എവിടെയെന്നറിയോ? പൊള്ളാച്ചി സൈഡാണ്. ഇതൊരു വ്യൂ പോയിൻ്റാണ്. നമ്മൾ ആലിയാർ റോഡിലേക്ക് പോകുന്നതിന് മുന്നുള്ളൊരു വ്യൂ പോയിൻ്റ്. ഇനി ഞാൻ വേറെ സാധനം കാണിച്ചതാണ്. അതവിടെ നിങ്ങൾക്ക് വെള്ളം കാണാൻ പറ്റുന്നുണ്ടോ? ആണോ? അത് വെള്ളത്തിൻ്റെ എന്തൊരു സപ്ലൈ പോലെ എന്തോ ഒരു സംഭവം പോകുന്നുണ്ട്. അപ്പോൾ ഇതും ആളിയാർ പോകുന്ന റൂട്ടിലേക്കുള്ളൊരു സൈഡിലെ വ്യൂ പോയിൻ്റാണ്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 5:30 കഴിഞ്ഞു. ഞങ്ങളപ്പോൾ ഈ വഴി തന്നെ പോകാമെന്നുള്ള പ്ലാനിൽ തന്നെ നിൽക്കാം. വേറെ വഴിയില്ല. സോ അപ്പോൾ ഗൈസ് നമ്മൾ ആളിയാറിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെയർ പിന്നുകൾ ഇറങ്ങി താഴേക്ക് പോവാണ് പൊള്ളാച്ചിയിലേക്ക്. ഈ കാറ്റത്ത് നിങ്ങൾക്ക് കേൾക്കണമെന്നറിയില്ല. ഏതായാലും ഞങ്ങൾ ആളിയാർ ഡാമിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പൊള്ളാച്ചിയിലേക്കുള്ള റൂട്ടിലേക്ക് പോവാണ്. ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെയർ പിന്ന്. സൗത്ത് ഇന്ത്യയിൽ തന്നെ അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നതാണ് വയനാട് ചുരം. അതുപോലെ തന്നെ ഉള്ളൊരു ഹെയർ പിന്നാണ്. അതേ ഫ്രണ്ടിലേക്ക് കണ്ടോ, ഹൈ ഹെയർ പിൻ എന്ന് പറഞ്ഞാൽ ഹൈ ഹെയർ പിന്നാണ്. സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളും വണ്ടി നേരെ താഴേക്ക്
തവിട് പൊടി നമ്മുടെ പപ്പുച്ചേട്ടൻ പറയണ പോലെ തവിട് പൊടിയായി പോകും. സോ ഈ ഒരു റൂട്ട് നമ്മൾ വാൽപ്പാറയിൽ നിന്ന് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 260 കിലോമീറ്റേഴ്സാണ് വാൽപ്പാറയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ കടമ്പാറയൊക്കെ വഴിയാണ് പോകുന്നത്. ഒരു റൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ഹൈലി കോൺഫിഡൻസ് ആയിട്ടൊന്നും വണ്ടി ഓടിക്കാൻ നിൽക്കരുത്. എപ്പോഴും ശ്രദ്ധിച്ചോളണം. മാക്സിമം 25-30 കിലോമീറ്റർ സ്പീഡിൽ മാത്രം വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് പരിചയമില്ലാത്ത റോഡാണ്. ഞാനൊരു 5-6 ടൈംസ് ഈ റോഡിലൂടെ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം റോഡിനെ പറ്റിയിട്ട് ഏകദേശം അറിയാം. പിന്നെ എൻ്റെ വണ്ടിക്കാണെങ്കിൽ ഒത്തിരി റേഡിയസ് ഒന്നുമില്ല, എന്നാലും നമ്മൾ നോക്കി തന്നെയാണ് പോകുന്നത്. അപ്പോൾ വരുന്നവരെല്ലാം അത് ശ്രദ്ധിച്ചോളണം. ഈ ഹെയർപിന് മൊത്തം താഴെ എത്താൻ നല്ല നല്ല ഹിൽസിന്നാണ് ഈ സാധനം ഇറങ്ങി വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് സൂക്ഷിച്ചോളി. ക്ലിയറിലാക്കി സൂം ചെയ്തെടുക്കും. നമ്മൾ ആളിയാർ ഡാമിൻ്റെ റിസർവെയറിൽ എത്തിയേക്കാണ്. ആളിയാർ ഡാമിൻ്റെ റിസർവെയർ ഇവിടം വരെ ഏകദേശം ഒരു 250 കിലോമീറ്റേഴ്സ് ഫ്രം ആലുവയിൽ നിന്ന് നമ്മൾ ഈ ബോട്ടം ആളിയാർ ഡാം വരെ ഈ ബൈക്കിലാണ് നമ്മൾ വന്നത്. ഞാനും വൈഫുണ്ട്, ഒരു കപ്പിൾസ് റൈഡ്. ഇനിയിപ്പോൾ ആളിയാർ ഡാമിൽ നിന്ന് നേരെ നമ്മൾ പോകാൻ പോണത് പൊള്ളാച്ചിക്കാണ്. പൊള്ളാച്ചി ഇവിടെ നിന്ന് ഏകദേശം 25 കിലോമീറ്റേഴ്സ്. ഒറ്റ മൈൻഡ് എൻ റൂട്ട് പൊള്ളാച്ചി. സോ ഒരു 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വെച്ച് 42 ഹെയർ പിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വന്നത് ബൈക്കിൽ. അത് കഴിഞ്ഞ് നേരെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 9:30 to 10 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ആലുവയിൽ റീച്ച് ചെയ്യും. അപ്പോൾ ബൈ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.